ഹായ് ഫ്രണ്ട്സ്, ആർപിഎം ടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിന്ന് കാണുന്നത് ഒരു ഫ്യൂവൽ ഇൻജക്ടറാണ്. അതായത് ഏത് ഇൻജക്ടറാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡീസൽ ഇൻജക്ടറാണ് വരുന്നത്. അതായത് ഡീസൽ വാഹനങ്ങൾ ഡീസൽ എൻജിനിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇൻജക്ടറിൽ മെയിനായിട്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻജക്ടറിൻ്റെ മെയിൻ ഭാഗങ്ങളാണ്. നമുക്ക് ഇൻജക്ടറിൻ്റെ സ്റ്റഡി എന്നുള്ള രീതിയിൽ ഇൻജക്ടറിൻ്റെ അസംബ്ലി ചെയ്തിട്ട് ഇൻജക്ടറിൽ വരുന്ന മെയിൻ ഭാഗങ്ങളും സർവീസിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് ക്ലീനിങ് പർപ്പസിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇൻജക്ടറിൻ്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നൊരു ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻജക്ടറിൻ്റെ കണക്ഷൻ. അതായത് നമുക്കിവിടെ 12 വോൾട്ട് കണക്ഷനാണ് ഇൻജക്ടറിൻ്റെ വരുന്നത്. അത് ECUവിൽ നിന്ന് വരുന്നൊരു കണക്ഷൻ പ്ലഗിങ് ഓപ്ഷനാണ് നമുക്ക് ഈ ടോപ്പിലായിട്ട് കാണുന്നത് ഹെഡിൽ. ഇതിൻ്റെ കണക്ഷൻ തുടർന്ന് താഴേക്ക് വരുന്നത് സോളിനോഡ് കണക്ഷനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നിങ്ങൾക്ക് 2 ലൈനുകളിലൂടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു ചെറിയ ലൈനും അതുപോലെ തന്നെ ഈ ഒരു വലിയ ലൈനും, അതായത് അകത്തേക്കുള്ള കണക്ഷനുകളാണ്. ഒരെണ്ണം ഇൻലെറ്റും ഔട്ട്ലെറ്റുമാണ്. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. വാൽവ് വഴിയാണ് അകത്തേക്ക് ഡീസൽ എത്തുന്നത്. അപ്പോൾ പമ്പ് ചെയ്തെത്തുന്ന ഡീസൽ ഇതുവഴിയാണ് അകത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ നോസിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഡീസൽ വന്ന് ഇതിൻ്റെ അകത്ത് ഓവർഫ്ലോ ആയിരുന്നത് തിരിച്ച് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ലൈനാണ് ഈ വരുന്നൊരു ചെറിയ ലൈൻ. അപ്പോൾ നമുക്ക് മെയിൻ ഭാഗത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കാണുന്ന ഈ സോളിനോഡ് എന്ന് പറഞ്ഞ ഭാഗം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോളിനോട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്ഷൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുന്ന ഈ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് അതിനകത്ത് ജസ്റ്റ് ഒരു വാഷറും അതുപോലെ തന്നെ നമ്മൾ ഡീസൽ ഇതിൻ്റെ അകത്തേക്കാണ് കയറി വരുന്നത്. ഈ ഒരു എൻഡിലേക്ക് നമുക്ക് ഡീസലിൻ്റെ അംശം ഇതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ, പാർട്ടായിട്ട് നമുക്ക് ഓരോന്ന് മാറ്റി വെക്കാം. ശേഷം ഇതിനകത്തൊരു വാഷർ വരുന്നുണ്ട്, നമുക്കത് കയ്യിലേക്ക് എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻലെറ്റിൻ്റെ അകത്ത് നിന്നിട്ട്, അതായത് ഈ മെയിൻ ലൈൻ്റെ അകത്ത് നിന്നിട്ട് ഇതുപോലൊരു വാഷർ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലൊരു വാഷർ കണ്ടു കഴിഞ്ഞാൽ അത് മെയിൻ ലൈൻ്റെ അകത്ത് നിന്നിട്ടാണ് ഈ വാഷർ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു വാഷർ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇതും ഈ പാർട്ടിൻ്റെ കൂടെ തന്നെ വരുന്നൊരു വാഷറാണ്. ഹെക്സഗൺ സ്റ്റൈലിലാണ് ഈ ഒരു വാഷർ സംവിധാനം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്ഷൻ കാണാൻ പറ്റും. അതൊരു വാൽവ് പോലെ തന്നെയാണ് അകത്ത് വരുന്നത്. ആ ഒരു സോളിനോഡ് വഴിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പോരെന്നാണ്, ടൈറ്റായിട്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് ആ പിന്ന് ഊരിപ്പോന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ പിന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ചെറിയ പിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ പിന്ന് അതിൻ്റെ അകത്ത് കണ്ടല്ലോ, ആ പിന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോന്നിരിക്കുകയാണ്. അത് ചെറിയൊരു വാൽവാണ് വരുന്നത്. നമുക്ക് ഈ വാൽവിന് വേണമെന്നുണ്ടെങ്കിൽ നോസിൽ വാൽവ് റോഡൊന്നും അല്ലെങ്കിൽ സ്പിൻഡിൽ നിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ടൈപ്പിനെ. അപ്പോൾ സ്പിൻഡിലിൻ്റെ അകത്തൊരെണ്ണം കൂടി വരുന്നുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. നമുക്ക് മെയിൻ സെക്ഷൻ വരുന്നത് ഇതിൻ്റെ താഴെയായിട്ടാണ്. നമുക്ക് ക്ലീനിങ്ങിൽ തുടങ്ങുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് തുടങ്ങും. കാരണം ഡീസലിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടാണ് ഡീസൽ താഴേക്ക് ഇൻജക്ടറിൻ്റെ നോബ്സിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇൻജക്ടറിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇൻജക്ടറിൻ്റെ മെയിൻ ബോഡിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ത്രെഡാണ് വരുന്നത്. ഈ ഓപ്പൺ ചെയ്യുന്നത് നോസിൽ ക്യാപ്പാണ്. നോസിൽ ക്യാപ്പ് അറ്റത്തൊരു നട്ടും കൂടി വരുമ്പോൾ നോസിൽ ക്യാപ്പ് നട്ട് എന്നതിനെ പറയാം. നമുക്കിത് തിരിച്ച് അഴിച്ചെടുക്കാൻ പറ്റും. ഞാനിത് ലൂസാക്കി വെച്ചിരിക്കുന്നതാണ് അത്ര സിമ്പിളായിട്ട് അഴിച്ചെടുക്കുന്നത്. ഈ നോസിൽ ക്യാപ്പ് അല്ലെങ്കിൽ നോസിൽ നട്ട് നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നോസിൽ നട്ട് ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാർട്സുകൾ ശ്രദ്ധിക്കുക. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോസിൽ നട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നൊരു ഭാഗം എൻഡ് എന്ന് പറഞ്ഞത് ഈ ഫസ്റ്റ് വരുന്നതാണ് നോസിൽ. ഞാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, കാണാം, ഈ ഒരു പാർട്ടാണ് നമ്മൾ നോസിൽ വരുന്നത്. നോക്കി നിങ്ങൾക്ക് ഹോൾ നോക്കി കഴിയാൻ പറയും. അതിൽ 2 ഹോൾസ് വരുന്നത് അഡാപ്റ്റർ പ്ലേറ്റിൻ്റെ പിന്നുകൾ ലോക്ക് ആവാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ വരുന്ന 2 ഹോളിൽ നിന്നാണ് നമ്മളെ ഫ്യൂവൽ പാസ് ചെയ്യുന്ന ലൈനാണ് ആ കാണുന്നത്. അതായത് നമ്മൾ ഡീസൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് 3 ഹോളുകൾ കാണാൻ കഴിയും. വളരെ ചെറിയൊരു ഹോളായതുകൊണ്ട് തന്നെ നമുക്കത് ഇതിൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അല്ല, ഇതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചിട്ട് ഈ ഹോള് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിലൂടെയാണ് പ്രഷറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് നോസിൽ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മളിതിൻ്റെ അറ്റത്ത് എന്താണ് വരുന്നതാണ് നോസിലിൻ്റെ നീഡിൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിനെ നമുക്ക് നോസിലിൻ്റെ നീഡിൽ വാൽവ് എന്ന് പറയാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഒരു നീഡിൽ വാൽവാണ്, അതായത് അഡാപ്റ്റർ പ്ലേറ്റ് എന്ന് പറയും. ഈ ഒരു സെക്ഷനാണ് നമുക്ക് അഡാപ്റ്റർ പ്ലേറ്റ് ആയിട്ട് വരുന്നത്. അഡാപ്റ്റർ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്താണ് വാൽവ് കാണാൻ കഴിയും. അതായത് ആ വാൽവിനെ നമുക്ക് എന്താണ് സ്പിൻഡിൽ എന്ന് പറയാം. സ്പിൻഡിൽ വാൽവാണ്. നോക്കുക, ഈ കാണുന്നതാണ് ഒരു സ്പിൻഡിൽ വാൽവ്. ഞാനിതെല്ലാം നിരത്തി വെച്ച് ഓർഡർ ആക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചെറിയ ഒരു പിന്ന് കണ്ട, അതാണ് സ്പിൻഡിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ നോസിൽ, ഈ കാണുന്ന സെൻട്രൽ കാണുന്ന ഹോളിൽ നമുക്ക് നോസിൽ വാൽവ് എന്നും പറയാം. അപ്പോൾ തന്നെ ഇതിന് മേലായിട്ട് സ്പ്രിങ് വരും. ആ സ്പ്രിങ് ഞാൻ റിമൂവ് ചെയ്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എല്ലാ പാർട്ടും താഴെ വെക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി സ്പ്രിങ് വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഈ സ്പ്രിങ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ നമുക്ക് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞ നോസിൽ വാൽവ് റോഡ് അല്ലെങ്കിൽ അത് സ്പിൻഡിൽ എന്ന് പറയുന്ന അതിന് മേലെയായിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രിങ് ലോഡ് കാണാൻ കഴിയും. ഈ സ്പ്രിങ് റിട്ടേൺ സ്പ്രിങ് ആണ്. അതായത് നമ്മളെ മാഗ്നറ്റ് സോളിനോട് എന്താണ് മാഗ്നറ്റായിട്ട് മാറുന്ന സമയത്ത് ഒരു അകത്തേക്കൊരു ആകർഷണം ഉണ്ടാവും. ആകർഷണത്തിലാണ് നമ്മൾ ഈ ഒരു നോസിൽ അങ്ങോട്ട് വലിയുന്നത്. റിട്ടേൺ തിരിച്ച് തള്ളി എന്താണ് നമ്മൾ നോസിലിൻ്റെ സ്പിൻഡിൽ ലോക്കാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ച് അതേ പൊസിഷനിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രിങ് റിട്ടേൺ സ്പ്രിങ് ഉള്ളത്. ഓക്കെ, എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് ഈ ഹോള് രണ്ടെണ്ണം കാണാൻ കഴിയും. അത് അഡാപ്റ്ററിൻ്റെ ഡോൾസ് എന്ന് നമുക്ക് പറയാം. അഡാപ്റ്ററിൻ്റെ 2 ലെഗുകൾ വരുമ്പോൾ ലോക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം കാണുന്ന 3 ഹോൾസിലൂടെ നമ്മൾ ഡീസൽ പ്രഷറായിട്ട് തള്ളി വരുന്നത്. ഇത്രയാണ് നമ്മളെ ബോഡിയിൽ വരുന്ന മെയിൻ പാർട്സ്. ഇത്ര അഴിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്താണ് ഇൻജക്ടർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഓർഡറായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്പ്രിങ് വരും. സ്പ്രിങ്ങിന് ശേഷം നമ്മൾ എന്താണ് വെക്കുന്നത്, സ്പ്രിങ്ങിന് ശേഷം നമുക്ക് കാണുന്നൊരു ഭാഗം നമ്മൾ എന്ന് പറയുന്നത് അഡാപ്റ്റർ പ്ലേറ്റ് ആണ് ഈ കാണുന്നത്. അഡാപ്റ്റർ പ്ലേറ്റിന് മേലെയായിട്ട് എന്താണ് നമ്മൾ ഇത് ഓക്കെ, സ്പ്രിങ്ങിന് ശേഷം നമ്മൾ ഫസ്റ്റ് വെക്കുന്നത് സ്പിൻഡിലാണ്. സ്പിൻഡിലിന് താഴെയായിട്ട് നമുക്ക് എന്താണ് അഡാപ്റ്റർ പ്ലേറ്റ് കാണാം. ഓക്കെ, അഡാപ്റ്റർ പ്ലേറ്റിന് ശേഷം നമ്മൾ വെക്കുന്നതാണ് എന്താണ് നോസിൽ. ശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്താണ് നോസിൽ ക്യാപ്പും വരും. അപ്പോൾ നമുക്കിതൊന്ന് ഓർഡറായിട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ ഇൻജക്ടർ ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കാണുന്ന ഒരു പാർട്ടാണ് എന്താണ് നമ്മളെ അതുപോലെ തന്നെ വാഷറും സ്പ്രിങ്ങും നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് വരുന്നൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിലാണ്. സ്പിൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്ന എന്താണ് അഡാപ്റ്ററാണ്. അഡാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നോസിൽ വഴിയാണ് നമ്മൾ എന്താണ് എൻഡിൽ 3-4 ഹോൾ നമുക്ക് ഉണ്ടാവും. അതുവഴിയാണ് നമ്മൾ എന്താണ് ഈ ഡീസൽ ഇൻജക്റ്റ് ആവണം അല്ലെങ്കിൽ പുറത്തേക്ക് സ്പ്രേ ആവണത്. അതുപോലെ തന്നെ എൻഡിലായിട്ട് നമുക്ക് എന്താണ് നോസിൽ ക്യാപ്പ് അല്ലെങ്കിൽ നോസിൽ നെട്ടും കൂടി ആയിട്ട് ഒന്നിച്ച് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു അസംബ്ലിയാണ് നമുക്ക് എന്താണ് ഇൻജക്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു വീഡിയോയിൽ എന്താണ് ഇൻജക്ടറിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് നമുക്ക് ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻജക്ടറിൻ്റെ അതായത് ഡീസൽ ഇൻജക്ടറിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പാർട്ടുകളുണ്ട്, ഭാഗങ്ങളുണ്ടെന്നാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. ഇതൊരു ബേസിക്കായിട്ട് കരുതുക. കാരണം നമുക്കിതിൽ കൂടുതൽ ഇൻജക്ടറുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മോഡലിലും വ്യത്യാസമുണ്ട് ഇൻജക്ടർ. അപ്പോൾ തന്നെ ഇൻജക്ടറിൻ്റെ ഡിസൈനിലും അതുപോലെ തന്നെ കാറുകളുടെ മോഡലുകൾ അനുസരിച്ച് എന്താണ് ഇൻജക്ടറിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ലഭ്യമായ ഇൻജക്ടറുകൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മോഡലുകൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻജക്ടറിൻ്റെ സ്റ്റഡി ആരംഭിക്കുകയാണ്. ഓക്കെ, ഞാനിത് തിരിച്ച് അസംബിൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ എന്താണ് നമ്മളെ ഇൻജക്ടർ ബോഡി ആദ്യം തന്നെ എടുക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻജക്ടർ ബോഡി ഉണ്ട്. ഇൻജക്ടർ ബോഡിയുടെ അകത്തൊരു വാഷർ വന്നിട്ടുണ്ടായിരുന്നു. ആ വാഷർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാഷർ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അതിന് മേലെ വരുന്ന സ്പ്രിങ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. സ്പ്രിങ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഇതിൽ വരുന്നത് സ്പിൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ സ്പ്രിങ് കറക്റ്റ് എന്ന് പറയാൻ സ്പിൻഡിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വരുന്നത് അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൽ എന്താണ് അഡാപ്റ്ററിൽ നോക്കുക, സ്പിൻഡിൽ വരുന്ന ഭാഗത്തിൽ വ്യത്യാസമുണ്ട്. ഇതിലൊരു ചെറിയ കട്ടിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കട്ടിങ്ങിലായിട്ട് സ്പിൻഡിൽ ലോക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ വരുന്ന ലെഗ്സ് 2 എന്താണ് സ്പിൻഡിലോട്ട് ഇറക്കി ലോക്ക് ചെയ്യുക. കൃത്യമായിട്ട് നോക്കുക. നമ്മൾ കട്ടിങ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്പിൻഡിലിരിക്കുന്നതിൽ വ്യത്യാസം വരും. ഓക്കെ, നമ്മൾ സ്പിൻഡിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പിൻഡിലിൻ്റെ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഇരിക്കണം മനസ്സിലായിട്ടുണ്ടാവും.
ഇതിൽ സ്പ്രിംഗ് ലോഡ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു മാഗ്നറ്റിക് ലോഡാണ് നമുക്ക് വരുന്നത്. അതായത് സോളിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു ലോഡാണ് ഇതിലോട്ട് ആക്ട് ചെയ്യുന്നത് ഇൻജക്ടറിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ഇതാണ് നമ്മളെ മെയിൻ വർക്കിംഗ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ നോസിൽ വാൽവ് നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ലെഗിൻ്റെ കട്ടിങ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഇത് ടൈറ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്താണ് നോസിൽ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോസിൽ ക്യാപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്താണ് കറക്റ്റായിട്ട് ത്രെഡിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പിൻസൈഡിലായിട്ട് നമ്മൾ എന്തൊക്കെ അഴിച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സ്പിൻഡിൽ പോലെ ഒരു നീഡിൽ വാൽവ് വരുന്നുണ്ട്. നമ്മളത് അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും മാഗ്നറ്റിക് പ്രഷറാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സോളിനോട് വരുന്നത് ഈ ഒരു പാർട്ടിനകത്താണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് സോളിനോട് വർക്ക് ചെയ്യുക മാഗ്നറ്റിക് ആയിട്ട്. അപ്പോൾ ഈ സെൻട്രൽ ആക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഇതിൽ നിന്നാണ് ആക്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രഷർ ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് മാഗ്നറ്റിക് പവർ വലിക്കുകയാണ് ചെയ്യുന്നത്. മേലോട്ട് മാഗ്നറ്റിക് ഫോഴ്സ് വഴിയാണ് എന്താണ് അകത്ത് ആ സ്പിൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് അതുപോലെ തന്നെ ഉണ്ടായിരുന്ന വാഷറുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് തന്നെ ഈ എക്സ്റ്റേൺ ടൈപ്പുള്ള വാഷർ ഇട്ടതിന് ശേഷം നമ്മൾ എന്താണ് ഈ സോളിനോട് വെച്ചിട്ട് ത്രെഡ് ടൈറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് വരുന്നത് ഈ മെയിൻ വാൽവിൽ എന്താണ് ഒരു വാഷർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് അഴിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് അതിൽ ത്രെഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻജക്ടർ നമ്മൾ അഴിച്ച പോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഡീസൽ ഇൻജക്ടറിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓക്കെ, നമുക്ക് അവൈലബിൾ ആവുന്ന ഇൻജക്ടറുകൾ വെച്ചിട്ട് ഞാൻ ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇൻജക്ടറുകൾ മോഡലുകൾ അനുസരിച്ച് വ്യത്യാസം വരും എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വാഹനങ്ങൾ അനുസരിച്ചും എൻജിനുകൾ അനുസരിച്ചും എന്താണ് നമ്മുടെ ഇൻജക്ടറുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്താണ് ഒരു ഡീസൽ ഇൻജക്ടറാണ്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പെട്രോൾ ഇൻജക്ടറും വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് എന്താണ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.